കുവൈറ്റിൽ നഴ്സുമാരായ ദമ്പതികൾ ഫ്ളാറ്റിൽ കുത്തേറ്റു മരിച്ച സംഭവത്തിൽ ഇതുവരെയും ദുരൂഹത മാറുന്നില്ല. ഇതിനു വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും നടന്നു വരികയാണ്. കുവൈറ്റിലെ ആരോഗ്യ മന്ത്രാലയത്തിലെ നഴ്സായിരുന്നു സൂരജ്. ബിൻസി പ്രതിരോധ മന്ത്രാലയത്തിലെ നഴ്സ്. ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ബിൻസിയെ കൊന്ന ശേഷം സൂരജ് ആത്മഹത്യ ചെയ്തു എന്നാണ് നിലവിലത്തെ വിവരം. ബിൻസിയുടെ ചില സുഹൃത്തുക്കളെ ഫോണിലേക്ക് വിളിച്ച് സൂരജ് ബിൻസിയെ കൊലപ്പെടുത്തിയതായുള്ള സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തു. ഇതാണ് ബിൻസിയെ കൊലപ്പെടുത്തിയതിനു ശേഷം സൂരജ് ജീവൻ ഒടുക്കിയതാവാമെന്ന നിഗമനത്തിൽ എത്തുന്നത്. ആദ്യം ഇവർ പരസ്പരം കുത്തിക്കൊലപ്പെടുത്തി എന്നാണ് പുറത്തു വന്നത്. എന്നാൽ ഇത് വെറും പ്രചാരണം മാത്രമായിരുന്നു. വളരെയധികം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന കുവൈറ്റിലെ അംബാസിയയിലായിരുന്നു സംഭവം നടന്നത്. രാത്രിയിൽ ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലെത്തിയ ഇവർ തമ്മിൽ വഴക്കുകൾ ഉണ്ടായി. ബിൻസി സഹായത്തിനായി നിലവിളിച്ചതായും സമീപവാസികൾ പറയുന്നുണ്ട്. ഇവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടാൻ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാതിരുന്നതെന്നാണ് അയൽക്കാരും പറയുന്നത്. പിറ്റേ ദിവസം ഇവരെ കാണാതായതോടെയാണ് വാതിലിൽ മുട്ടിയത്. എന്നാൽ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പോലീസിനെ അറിയിച്ചു. പോലീസും സ്ഥലത്തെത്തി വാതിൽ പൊളിച്ച് അകത്തു കടക്കുകയായിരുന്നു. പ്രോസിക്യൂട്ടറുടെ അനുമതി വാങ്ങിയതിനു ശേഷമാണ് പോലീസ് വീട്ടിൽ കയറിയത്. അകത്തു കയറി പോലീസ് ആദ്യം കണ്ടത് ബിൻസിയുടെ മൃതദേഹമായിരുന്നു. രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. പിന്നീടുള്ള പരിശോധനയിലാണ് അവിടെ നിന്ന് അല്പം മാറി സൂരജിന്റെയും മൃതദേഹം കണ്ടെത്തുന്നത്. നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം സൂരജ് മടങ്ങിയെത്തിയതിനു ശേഷമായിരുന്നു ഇവർ തമ്മിൽ വഴക്കുകൾ ഉണ്ടായത്. വളരെ സന്തോഷത്തിലായിരുന്നു ഇവർ കഴിഞ്ഞു പോയതെന്നാണ് ബന്ധുക്കളും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ ഇവർ തമ്മിൽ അസ്വാരസ്യങ്ങളും നിലനിന്നിരുന്നു. എന്നാൽ ഇത്രയും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് എന്താണ് കാരണമെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. അവധിയായതിനാൽ നാട്ടിൽ പഠിക്കുന്ന മക്കളെ ഇവർ കുവൈറ്റിൽ കൊണ്ടുവന്നിരുന്നു. കുറച്ചു ദിവസം അവിടെ നിർത്തിയ ശേഷമായിരുന്നു ഇവരെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടാക്കിയത്. അവിടെ നിന്ന് മടങ്ങിയതിനു ശേഷമാണ് കൊലപാതകവും അരങ്ങേറുന്നത്. ബിൻസിയും സൂരജും അല്ലാതെ മറ്റാരും ഫ്ളാറ്റിലേക്ക് പോയിട്ടില്ല എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇവരുടെ മരണത്തിൽ ബാഹ്യ ഇടപെടൽ തള്ളുകയാണ് പോലീസും. രണ്ടുപേരും മരിച്ചതിനാൽ പോലീസിന് കാരണം കണ്ടെത്തുക അസാധ്യമാണ്. എന്നാലും CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് ബാഹ്യ ഇടപെടലുകൾ ഇല്ലെന്ന് ഉറപ്പാക്കാനാണ് പോലീസിന്റെ ശ്രമവും. അംബാസിയയിലുള്ള ഇന്ത്യൻ സ്കൂളിന് സമീപത്തുള്ള ഫ്ളാറ്റിലാണ് മലയാളികളായ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കഴുത്തറുത്ത നിലയിലായിരുന്നു ബിൻസിയുടെയും മൃതദേഹം കാണപ്പെട്ടത്. ഹാളിൽ രക്തം തളം കെട്ടി കിടന്നിരുന്നു. ഭാര്യയെ കഴുത്തറുത്ത് കൊന്ന ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തതായാണ് പോലീസിന്റെ നിഗമനം. വളരെ കാലമായി പ്രണയത്തിലായിരുന്നു സൂരജും ബിൻസിയും. സൂരജിനേക്കാൾ സാമ്പത്തിക ശേഷി ബിൻസിയുടെ വീട്ടുകാർക്കായിരുന്നു കൂടുതലും. നഴ്സിംഗ് പഠന ശേഷം ഡൽഹിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ബിൻസി സൂരജിനെ പരിചയപ്പെടുന്നത്. ബിൻസി തന്റെ ശമ്പളം കൊണ്ടാണ് സൂരജിനെ BSc നഴ്സിംഗ് പഠിപ്പിച്ചത്. വിദേശത്ത് പോകുമ്പോൾ സൂരജിനെയും ഒപ്പം കൂട്ടാനായിരുന്നു ഇത്. അതിനിടെയാണ് ബിൻസിക്ക് കുവൈറ്റിൽ ഡിഫൻസ് സ്റ്റാഫായി ജോലി ലഭിക്കുന്നത്. അപ്പോഴേക്കും സൂരജ് BSc നഴ്സിംഗ് പൂർത്തിയാക്കിയിരുന്നു. വീട്ടുകാരുടെ എല്ലാം എതിർപ്പുകൾ മറികടന്ന് തന്നെയാണ് ഇവർ വിവാഹം കഴിച്ചത്. തുടർന്ന് കുവൈറ്റിലേക്ക് പോകുകയും ചെയ്തു. ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സൂരജിന്റെ ദേഷ്യം തന്നെയായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരനായിരുന്നു സൂരജ്. ദേഷ്യം വന്നാൽ എന്തും ചെയ്യുന്ന അപകടകാരിയും. കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം സ്വന്തമാക്കാനായിരുന്നു ബിൻസി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തീരുമാനമെടുത്തത്. ഈസ്റ്ററിൽ നാട്ടിലെത്തി മടങ്ങുമ്പോഴാണ് 2 കുട്ടികളെയും ബിൻസി വീട്ടിലാക്കുന്നത്. ഇരുവരും കുവൈറ്റിലെ സാംസ്കാരിക സംഘടനകളിൽ വരെ വളരെ സജീവമായിരുന്നു. കുവൈറ്റിലെ ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന സാമ്പത്തിക ഭദ്രത തന്നെയായിരുന്നു ഈ കുടുംബത്തിനും ഉണ്ടായിരുന്നത്. കഠിനാധ്വാനത്തിലൂടെ തന്നെയാണ് ഈ കുടുംബം ഈ നിലയിൽ എത്തിയത്. രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലെത്തിയ ഇവർ തമ്മിൽ വഴക്കുകൾ ഉണ്ടായിരിക്കാം. തുടർന്ന് ഇയാൾ ദേഷ്യത്തിൽ ബിൻസിയെ കുത്തിയതാവാമെന്നാണ് പോലീസ് കരുതുന്നത്. ഈ സംഭവത്തിനു ശേഷം സൂരജ് കൂട്ടുകാരെ വിളിച്ചിരുന്നു. തന്റെ ഭാര്യ തന്റെ കൈകൊണ്ട് മരണപ്പെട്ടു എന്നും അയാൾ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് ഇയാൾ തന്റെ പ്രൊഫൈൽ ഫോട്ടോയും വാട്സപ്പ് സ്റ്റാറ്റസും മാറ്റുന്നത്. ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തത് കൊണ്ടാണ് ഇവർ കുട്ടികളെ കൊണ്ടുപോകാതിരുന്നത്. അന്ന് സൂരജിന്റെ അമ്മയും ഇയാളെ വിളിച്ചിരുന്നു. അപ്പോൾ ബിൻസിയോട് സംസാരിക്കണമെന്നും അമ്മ പറഞ്ഞിരുന്നു. അപ്പോൾ ബിൻസി പുറത്തു പോയെന്നാണ് സൂരജ് അമ്മയോട് പറഞ്ഞത്. ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ബന്ധുക്കളും പറയുന്നത്. 12 വർഷത്തോളമായി കുവൈറ്റിൽ കഴിഞ്ഞിരുന്ന ഇവർ ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള മെഡിക്കൽ പരിശോധനകൾ അടക്കം പൂർത്തിയാക്കിയിരുന്നു. 2 കുട്ടികളാണ് ഇവർക്ക്. കുട്ടികൾ ഇപ്പോഴും ബിൻസിയുടെ വീട്ടിൽ തന്നെയാണ് താമസവും. വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്നറിയാൻ പോലീസ് ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്.